ഹലോ. ഇനി നമുക്ക് മെമ്മോറാണ്ടം ആർട്ടിക്കിളും തമ്മിൽ വ്യത്യാസങ്ങളാണ് പറഞ്ഞതെന്ന് കരുതുന്നത്. ഇനി മെമ്മോറാണ്ടം എങ്ങനെ ആൾട്ടർ ചെയ്യാമെന്നാണ്. ആൾട്ടറേഷൻ വരുത്തുക പറഞ്ഞാൽ മെമ്മോറാണ്ടത്തിലെ ക്ലോസുകളിൽ മാറ്റം വരുത്തുക അല്ലേ. അസോസിയേഷൻ ക്ലോസ് ഒഴിച്ചുള്ള എല്ലാ ക്ലോസുകളിലും നമുക്ക് മാറ്റം വരുത്താൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെ മാറ്റം വരുത്താമെന്ന് വെച്ചാൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ പറഞ്ഞൊരു സംഭവമുണ്ട്. കമ്പനി മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ട് സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അസോസിയേഷൻ ക്ലോസ് ഒഴിച്ചുള്ള എല്ലാ ക്ലോസുകളിലും എന്ത് പറ്റാം, മാറ്റം വരുത്താൻ പറ്റും. ഓക്കെ. അപ്പോൾ എന്ന് വെച്ചാൽ ലയബിലിറ്റി ക്ലോസ് ആയാലും വേണ്ടില്ല, ഒബ്ജക്റ്റ് ക്ലോസ് ആയാലും വേണ്ടില്ല, ഇങ്ങനെയൊക്കെ ഏത് ക്ലോസ് ആയാലും വേണ്ടില്ല, അസോസിയേഷൻ ക്ലോസ് ഒഴിച്ചുള്ള എല്ലാ ക്ലോസുകളിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാറ്റം വരുത്താൻ പറ്റും. അപ്പോൾ മെമ്മോറാണ്ടത്തിൽ മാറ്റം വരുത്തുക പറഞ്ഞാൽ ലേശം ഒരു ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. കാരണം സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണം, കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നും അപ്രൂവലും വാങ്ങണം. ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനിൽ ആൾട്ടറേഷൻ വരുത്തുക പറഞ്ഞാൽ എളുപ്പമാണ്, അതിനത്ര ബുദ്ധിമുട്ടുള്ള കാര്യമില്ല. കാരണം നിങ്ങൾക്കങ്ങനെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്നൊരു പെർമിഷൻ കാര്യങ്ങളൊന്നും വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ. അതാണ് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഡോക്ട്രിൻ ഓഫ് അൾട്രാ വയേഴ്സ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഡോക്ട്രിൻ ഓഫ് അൾട്രാ വയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയുടെ എല്ലാ പ്രവൃത്തികളും ആർട്ടിക്കിളിനും മെമ്മോറാണ്ടത്തിനും അനുസരിച്ചായിരിക്കണം. ഓക്കെ. കമ്പനിയുടെ എല്ലാ പ്രവൃത്തികളും മെമ്മോറാണ്ടവും ആർട്ടിക്കിളും അനുസരിച്ചായിരിക്കണം. അതല്ലാതെ എന്തൊരു പ്രവൃത്തി കമ്പനി ചെയ്യുകയാണെങ്കിലും അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡോക്ട്രിൻ ഓഫ് അൾട്രാ വയേഴ്സ്. ഓക്കെ. സോ കമ്പനിയുടെ നോർമൽ ആക്ടിവിറ്റീസ് എല്ലാം മെമ്മോറാണ്ടത്തിലോ ആർട്ടിക്കിളിലോ പറയാത്ത ഒരു കാര്യവും കമ്പനി ചെയ്യാൻ പാടില്ല. അഥവാ കമ്പനി ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഡോക്ട്രിൻ ഓഫ് അൾട്രാ വയേഴ്സ്. ഓക്കെ. എനി ആക്ടിവിറ്റി ഡൺ കോൺട്രറി ഓർ ഇൻ എക്സസ് ഓഫ് ദ മെമ്മോറാണ്ടം ആൻഡ് ആർട്ടിക്കിൾ ഈസ് നോൺ ആസ് അൾട്രാ വയേഴ്സ്. ഇതിന് വിളിക്കുന്ന പേരാണ് എന്ത്, അൾട്രാ വയേഴ്സ്. അപ്പം ഇത് 3 തരത്തിലുണ്ട്. അൾട്രാ വയേഴ്സ് ടു ദ കമ്പനീസ് ആക്ട്, അൾട്രാ വയേഴ്സ് ടു ദ മെമ്മോറാണ്ടം, അൾട്രാ വയേഴ്സ് ടു ദ ആർട്ടിക്കിൾ. ഓക്കെ. അപ്പോൾ അൾട്രാ വയേഴ്സ് 3 തരത്തിലുണ്ട്. അൾട്രാ വയർ ടു ദ കമ്പനീസ് ആക്ട്, അൾട്രാ വയേഴ്സ് ടു ദ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, അൾട്രാ വയേഴ്സ് ടു ദ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ. അപ്പം കമ്പനീസ് ആക്ടിലെ അൾട്രാ വയേഴ്സ് എന്ന് പറഞ്ഞാൽ കമ്പനീസ് ആക്ടിൽ പറഞ്ഞ അല്ലാത്ത, കമ്പനീസ് ആക്ടിൽ ഇല്ലാത്ത എന്തെങ്കിലും കാര്യം നമ്മുടെ കമ്പനികൾ ചെയ്യുകയാണെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് അൾട്രാ വയേഴ്സ് ടു ദ കമ്പനീസ് ആക്ട്. ഓക്കെ. അപ്പോൾ അത്തരം ഒരു കാര്യവും കമ്പനി ചെയ്യാൻ പാടില്ല. കമ്പനീസ് ആക്ടിൽ പറയാത്ത കാര്യങ്ങൾ കമ്പനി ചെയ്യുകയാണെങ്കിൽ കമ്പനി ഡോക്ട്രിൻ ഓഫ് അൾട്രാ വയേഴ്സ് ചെയ്തിരിക്കുന്നു, കമ്പനീസ് ആക്ടിനെതിരെ ചെയ്തിരിക്കുന്നു. ഓക്കെ. പിന്നെ അൾട്രാ വയേഴ്സ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ ഇല്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ കമ്പനി ചെയ്യുന്നതാണ് എന്ത് പറയുക, അൾട്രാ വയേഴ്സ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. ഓക്കെ. അപ്പോൾ 6 ക്ലോസുകളുണ്ട്. ലയബിലിറ്റി, ക്യാപിറ്റൽ, നെയിം, അങ്ങനെ പറഞ്ഞാൽ ഒബ്ജക്റ്റ്, അസോസിയേഷൻ, ഇങ്ങനെ ഈ പറയുന്ന ക്ലോസിൽ പെടാത്ത എന്തെങ്കിലും കാര്യം കമ്പനി ചെയ്യുകയാണെങ്കിൽ അതിന് പറയുന്നത് എന്താണ്, അൾട്രാ വയേഴ്സ് ദ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. പിന്നെ ആർട്ടിക്കിൾ പറഞ്ഞ സിമ്പിളാണ്. ആർട്ടിക്കിൾ പറയാത്ത അൾട്രാ വയേഴ്സ് ദ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ പറഞ്ഞാൽ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനിൽ പറയാത്ത എന്തെങ്കിലും കാര്യങ്ങൾ കമ്പനി ചെയ്യുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഡോക്ട്രിൻ ഓഫ് അൾട്രാ വയേഴ്സ് ടു ദ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ. ഓക്കെ. ഇനി നെക്സ്റ്റ് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെൻറ്റ് എന്ന് പറയും. ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇൻഡോർ മാനേജ്മെൻറ്റ് പേര് തന്നെ ഉണ്ട്, കമ്പനിയുടെ ഉള്ളിലുള്ള മാനേജ്മെൻറ്റ്, ഇൻഡോർ മാനേജ്മെൻറ്റ്. ഓക്കെ. അപ്പോൾ ഈ ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനി, അതായത് ഷെയർ ഹോൾഡേഴ്സ് പണം നിക്ഷേപിക്കുന്നത് എങ്ങനെയാണ്, കമ്പനിയുടെ ഉള്ളിലുള്ള കാര്യങ്ങളെല്ലാം കമ്പനീസ് ആക്ട് പ്രകാരമാണ് നടക്കുന്നത് എന്നുള്ള ബോധ്യത്തിലാണ് കമ്പനികൾ എന്ത് ചെയ്യുന്നത്, ഷെയർ ഹോൾഡേഴ്സ് കമ്പനികളിൽ പണം നിക്ഷേപിക്കുന്നത്. ഓക്കെ. അപ്പം ഈ ഇൻറ്റേർണൽ പ്രൊസീഡിങ്സിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇറഗുലാരിറ്റി വന്നാൽ എന്താ, ഏതെങ്കിലും തരത്തിൽ ഇറഗുലാരിറ്റി അതിൽ വരികയാണെങ്കിൽ
അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, നമ്മുടെ ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ കമ്പനിയുടെ കാര്യങ്ങൾ അത്രയും വിശ്വസിച്ചിട്ടാണ് ഷെയർ ഹോൾഡേഴ്സ് പണം നിക്ഷേപിക്കുന്നത്. അപ്പോൾ അതുപോലെ അവർ ചെയ്യാൻ പാടുള്ളൂ, അതിലപ്പുറം അവർ ചെയ്യാൻ പാടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ അതിനെയാണ് നമ്മൾ ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെൻറ്റ് എന്ന് അറിയാം. മനസ്സിലായല്ലോ? ശരിക്കും ശ്രദ്ധിക്കണം. കമ്പനീസ് ആക്ടിൻ്റെ പ്രകാരം കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ട് പോകുന്നതിന് ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെൻറ്റ് എന്ന് പറയുക. അതിലപ്പുറം എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് വയലേഷൻ ഓഫ് ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെൻ്റ് ആണ് ആവുക. ഓക്കെ, അതാണ് ഇപ്പോൾ നമുക്ക് ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെൻറ്റ് എന്നുള്ള പദത്തിൽ പറയാനുള്ളത്. ഇനി ഇതിൽ കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്. എന്നുവെച്ചാൽ എന്താ ഇതിൽ പെടാത്തത്? അതൊന്ന് നോളജ് ഓഫ് ഇറഗുലാരിറ്റിയാണ്. എന്താ നോളജ് ഓഫ് ഇറഗുലാരിറ്റി പറഞ്ഞാൽ, കമ്പനിയുമായിട്ട് ഡീൽ ചെയ്യുന്ന ഒരാൾക്ക് ഈ ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെൻറ്റ് പ്രകാരം എന്ത് കിട്ടില്ല? പ്രൊട്ടക്ഷൻ കിട്ടില്ല. അത് ഇതിലുള്ളിലുള്ള കാര്യമാണ്. ഓക്കെ, കമ്പനിയുടെ ഉള്ളിലുള്ള കാര്യമാണ്. പിന്നെ ഫോർജറി ഉണ്ട്. ഫോർജറി പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിലുള്ള വഞ്ചന കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. ആർക്ക്? നമ്മുടെ ഇതിൻ്റെ ഉള്ളിൽ കമ്പനി ഇൻഡോർ മാനേജ്മെൻറ്റ് എന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിലുള്ള ആളുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള വഞ്ചന കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് അതിൻ്റെ എക്സെപ്ഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ കമ്പനിയുടെ ഉള്ളിലുള്ള ആൾക്കാർ എന്തെങ്കിലും തെമ്മാടിത്തരങ്ങൾ ചെയ്യുന്നതിന് കമ്പനി ഉത്തരവാദിയല്ല. അതാണ് വേറൊരു എക്സെപ്ഷൻ. അപ്പം കമ്പനിയുടെ ഉള്ളിലുള്ള മാനേജ്മെൻറ്റ് എല്ലാം സത്യസന്ധമായിട്ടാണ് ചെയ്യുന്നത്, അങ്ങനെ ആയിരിക്കണം. ഇനി അഥവാ അതിൽ ഓഫീസേഴ്സ് വല്ലവരും എന്തെങ്കിലും ഫോർജറി നടത്തുകയാണെങ്കിൽ കമ്പനി അതിന് ഉത്തരവാദിയല്ല. ഓക്കെ, അതുപോലെ കമ്പനി നിശ്ചയിക്കുന്ന കമ്പനിയുടെ ഏജൻറ്റ് അയാളുടെ അതോറിറ്റിയിൽ കൂടുതലായിട്ട് എന്തെങ്കിലും പ്രവർത്തിക്കുകയാണെങ്കിൽ കമ്പനി അതിന് ഉത്തരവാദിയല്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ എക്സെപ്ഷണൽ കേസുകൾ. അപ്പം ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെൻറ്റായി, പിന്നെ അതുപോലെ അതിൻ്റെ എക്സെപ്ഷണൽ കേസുകളായി. ഓക്കെ, ഇനി നെക്സ്റ്റ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് പ്രോസ്പെക്റ്റസ് ആണ്. ഇതൊക്കെ മുന്നേ നിങ്ങൾ പഠിച്ചത് തന്നെയാണ്. എന്താ പ്രോസ്പെക്റ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കമ്പനി അതിൻ്റെ ഷെയറുകൾ വാങ്ങാനായിട്ട് പബ്ലിക്കിനെ ക്ഷണിക്കുന്ന ക്ഷണപത്രമാണ് എന്ത്? പ്രോസ്പെക്റ്റസ്. ഓക്കെ, അപ്പം പ്രോസ്പെക്റ്റസ് പറഞ്ഞാൽ കമ്പനിയുടെ ഷെയർ വാങ്ങാനായിട്ട് ജനങ്ങളെ ക്ഷണിക്കുക. അതിൻ്റെ ഇൻവിറ്റേഷനെ നമ്മൾ എന്ത് പറയുക? പ്രോസ്പെക്റ്റസ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് പ്രോസ്പെക്റ്റസ് എന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് ആൻ ഇൻവിറ്റേഷൻ ടു ദ ജനറൽ പബ്ലിക് ഫോർ സബ്സ്ക്രൈബിങ് ദ ഷെയർ ക്യാപിറ്റൽ ഓഫ് ദ കമ്പനി. അപ്പം പ്രോസ്പെക്റ്റസ് ഇറക്കുമ്പോൾ ചില റൂളുകളുണ്ട്. കമ്പനി പ്രോസ്പെക്റ്റസ് ഇറക്കുമ്പോൾ, അപ്പം അതിന് മുന്നേ പ്രോസ്പെക്റ്റിൻ്റെ ഡെഫിനിഷനൊക്കെ ഇതിൽ കൊടുത്തിരിക്കുന്നുണ്ട്. എനി ഡോക്യുമെൻറ്റ് ഡിസ്ക്രൈബ്ഡ് ഓർ ഇഷ്യൂഡ് ആസ് എ പ്രോസ്പെക്റ്റസ് ആൻഡ് ഇൻക്ലൂഡ്സ് എ റെഡ് ഹെറിംഗ് പ്രോസ്പെക്റ്റസ് referred into the section 31 or shelf prospect referred to the section 31 or any notice circular advertisement. ഇത് പറഞ്ഞ ഒരു ഡെഫിനിഷനൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡെഫിനിഷൻ പഠിക്കുന്നതൊക്കെ നല്ലത് പ്രോസ്പെക്റ്റ് എന്താ? ഇറ്റ് ഈസ് ആൻ ഇൻവിറ്റേഷൻ ടു പബ്ലിക് ഫോർ സബ്സ്ക്രൈബിങ് ദ കമ്പനി ഷെയർസ് ആൻഡ് അതർ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് എന്ന് എഴുതുകയാണെങ്കിൽ നമുക്ക് മാർക്ക് കിട്ടും. ഓക്കെ, ഇനി ഇതിൻ്റെ പ്രോസ്പെക്റ്റസിൻ്റെ ഇഷ്യൂ ചെയ്യുമ്പോഴുള്ള റൂളുകളുണ്ട്. കുറച്ച് റൂളുകൾ പ്രോസ്പെക്റ്റസ് ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിലൊന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ, പ്രോസ്പെക്റ്റസ് കമ്പനിയുടെ രജിസ്ട്രേഷൻ കഴിഞ്ഞ് 90 ദിവസത്തിൽ നമ്മൾ പ്രോസ്പെക്റ്റസ് ഇഷ്യൂ ചെയ്യും. കമ്പനിയുടെ രജിസ്ട്രേഷൻ കഴിഞ്ഞ് 90 ദിവസത്തിനുള്ളിൽ പ്രോസ്പെക്റ്റസ് ഇഷ്യൂ ചെയ്യണം. ഓക്കെ, പിന്നെ നെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ, പ്രോസ്പെക്റ്റസ് എല്ലാ ഡയറക്ടേഴ്സും സൈൻ ചെയ്തിട്ട് ഉണ്ടായിരിക്കണം. പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുന്ന പ്രോസ്പെക്റ്റസിൽ എല്ലാ ഡയറക്ടേഴ്സും സൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അതാണ് അടുത്ത റൂൾ. അതുപോലെ ഈ പ്രോസ്പെക്റ്റിനെ സംബന്ധിച്ച് അതിൽ കമ്പനിയുടെ എക്സ്പേർട്ടുകൾ ഉണ്ടാവും. അവരുടെ കൺസെൻറ്റ് ഓഫ് ദ എക്സ്പേർട്ട് എന്ന് വെച്ചാൽ കമ്പനി പ്രവർത്തിക്കുന്ന മേഖലയിലെ എക്സ്പേർട്ടുകൾ കമ്പനി നല്ല കമ്പനിയാണെന്നുള്ള, അല്ലെങ്കിൽ അവർ മോശമായ രീതിയിലൊന്നും ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുള്ള ഒരു എക്സ്പേർട്ടിൻ്റെ കൺസെൻറ്റ് വേണം. മനസ്സിലായല്ലോ? പിന്നെ നമ്മളുണ്ടാക്കിയ എല്ലാ മെറ്റീരിയൽ കോൺട്രാക്റ്റിൻ്റെ ഒരു കോപ്പി
നമ്മുടെ രജിസ്ട്രാർക്ക് സമർപ്പിക്കണം പ്രോസ്പെക്ടസിൻ്റെ കൂടെ. ഓക്കെ. അതുപോലെ മാനേജറിയൽ പേഴ്സണെ അപ്പോയിൻറ്റ് ചെയ്യുന്ന റെമ്യൂണറേഷൻ ചെയ്യുന്നതിൻ്റെ കോൺട്രാക്റ്റിൻ്റെ കോപ്പി നമ്മൾ രജിസ്ട്രാർക്ക് കൊടുക്കണം പ്രോസ്പെക്ടസിൻ്റെ കൂടെ. ഓക്കെ. അതുപോലെ ഓഡിറ്റേഴ്സ്, ലീഗൽ അഡ്വൈസർ ഉണ്ടാവും, നമ്മുടെ നിയമപരമായ ഉപദേശങ്ങൾ തരുന്ന ആൾക്കാർ, സോളിസിറ്റർ, ബാങ്കർ, ഇവരുടെയൊക്കെ കൺസെൻറ്റ് വേണം പ്രോസ്പെക്ടസിൻ്റെ കൂടെ. എന്തിന്? നമ്മൾ കൊടുക്കുന്ന നമ്മുടെ രജിസ്ട്രാർക്ക് കൊടുക്കുന്ന പ്രോസ്പെക്ടസിൻ്റെ കൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണം. ഓക്കെ. അപ്പോൾ തന്നെ നമ്മൾ പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞാൽ, ഇനി ഡീംഡ് പ്രോസ്പെക്ടസ് പറഞ്ഞ വേറൊരു സംഭവമുണ്ട്. ഡീംഡ് പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പ്രോസ്പെക്ടസ് പോലെയുള്ള ഒരു പ്രോസ്പെക്ടസിനെ ഡീംഡ് പ്രോസ്പെക്ടസ് എന്ന് പറയുക. അത് പ്രോസ്പെക്ടസിലെ ഒരുവിധം കാര്യങ്ങളൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ ചില കമ്പനികൾ ഡീംഡ് പ്രോസ്പെക്ടസ് പറഞ്ഞിട്ടൊരു കാര്യമാണ് ഇറക്കുക. ഓക്കെ. അപ്പം ഡീംഡ് പ്രോസ്പെക്ടസ് ആയി. അപ്പം ഡീംഡ് പ്രോസ്പെക്ടസ് ഇറക്കുന്ന ഒരു സന്ദർഭം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഷെയറുകളെല്ലാം ഇഷ്യൂയിങ് ഹൗസ് പറഞ്ഞൊരാൾക്കാരുണ്ട്. ഇഷ്യൂയിങ് ഹൗസുകൾക്ക് ഷെയറുകൾ കൊടുക്കുന്ന സമയത്ത്, അത്തരം സമയത്താണ് നമ്മൾ ഡീംഡ് പ്രോസ്പെക്ടസ് ഇറക്കുക. പബ്ലിക്കിനല്ല ഷെയർ കൊടുക്കുന്നത്, നമ്മൾ ഒരു ഇൻ്റർമീഡിയറിക്കാണ് ഷെയർ കൊടുക്കുന്നത്, അവരത് വാങ്ങുന്നു. ആ സമയത്ത് പിന്നെ ഈ ഇൻ്റർമീഡിയറിയാണ് പൊതുജനങ്ങൾക്ക് ഷെയർ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഇൻ്റർമീഡിയറിക്ക് ഷെയർ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഇറക്കുന്ന പ്രോസ്പെക്ടസ് ആണ് ഡീംഡ് പ്രോസ്പെക്ടസ്. മനസ്സിലായല്ലോ. പിന്നെ ഇൻ്റർമീഡിയറ്റ് എന്ത് ചെയ്യും? ഷെയർ എല്ലാം വാങ്ങിയിട്ട് പബ്ലിക്കിന് വേറൊരു അഡ്വർടൈസ്മെൻ്റ് ആയിട്ട് കൊടുക്കും. അപ്പോൾ നമ്മൾ ഇറക്കുന്നതാണ് ഡീംഡ് പ്രോസ്പെക്ടസ്. ഓക്കെ. ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് പ്രോസ്പെക്ടസിൻ്റെ കണ്ടൻസ്. ഇതിനുണ്ടോ നോക്കട്ടെ. പ്രോസ്പെക്ടസിൻ്റെ കണ്ടൻസ്. ഓക്കെ. പ്രോസ്പെക്ടസിൻ്റെ കണ്ടൻസ് ആണ് അടുത്ത് നോക്കാനുള്ളത്. അതും കൂടി പറഞ്ഞിട്ട് ഈ ഒരു വീഡിയോ നിർത്താം. എന്താ പ്രോസ്പെക്ടസിൻ്റെ കണ്ടൻസ്? ഒന്ന്, നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ രജിസ്റ്റേർഡ് ഓഫീസ് ഓഫ് ദ കമ്പനി. അത് പ്രോസ്പെക്ടസിൽ ഉണ്ടായിരിക്കും. ഓക്കെ. കമ്പനി സെക്രട്ടറി, ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ, ഓഡിറ്റർ, ബാങ്കർ, ട്രസ്റ്റി, ഇവരുടെയൊക്കെ നെയിം ആൻഡ് അഡ്രസ്സ് പ്രോസ്പെക്ടസിൽ ഉണ്ടായിരിക്കും. ഓക്കെ. നെക്സ്റ്റ് എന്തായിരിക്കുക? ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ ഓപ്പണിങ്ങും ക്ലോസിംഗ് ഡേറ്റും പ്രോസ്പെക്ടസിൽ ഉണ്ടായിരിക്കും. എന്ന് മുതൽ ഷെയർ വിൽപ്പന തുടങ്ങി എന്നാണ് ഇത് അവസാനിക്കുക. ഓക്കെ. പിന്നെ അണ്ടർ റൈറ്റിങ്ങിനെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് പ്രോസ്പെക്ടസിൽ ഉണ്ടായിരിക്കും. അണ്ടർ റൈറ്റിംഗ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഷെയർ പബ്ലിക് വാങ്ങിയിട്ടില്ലെങ്കിൽ വാങ്ങുന്ന ആൾക്കാരാണ് അണ്ടർ റൈറ്റേഴ്സ്. അപ്പോൾ അതുമായിട്ടുണ്ടാക്കിയ കോൺട്രാക്റ്റിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പ്രോസ്പെക്ടസിൽ ഉണ്ടായിരിക്കും. ഓക്കെ. അതുപോലെ ഒരു സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ഈ പൈസ എല്ലാം പോവുക. ഇത് പൊതുജനങ്ങൾ ഷെയർ വാങ്ങുകയാണെങ്കിൽ എല്ലാം സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ടിലേക്കാണ് പോവുക. അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പ്രോസ്പെക്ടസിൽ ഉണ്ടായിരിക്കും. ഓക്കെ. അതുപോലെ ഡയറക്ടറായി പ്രവർത്തിക്കുന്ന, ഓഡിറ്ററായി, ബാങ്കറായിട്ട് ഒക്കെ പ്രവർത്തിക്കുന്ന ആളുകളുടെ കൺസെൻറ്റ് ഉണ്ടായിരിക്കും. ഓക്കെ. ഇതിൽ പ്രോസ്പെക്ടസിൽ പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള റെസൊല്യൂഷൻ പാസ് ചെയ്യുന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും. പിന്നെ അലോട്ട്മെൻറ്റിൻ്റെ ഇഷ്യൂ ആൻഡ് അലോട്ട്മെൻറ്റ് ഓഫ് ഷെയറിൻ്റെ ടൈം, അതിൻ്റെ ഷെഡ്യൂളൊക്കെ പ്രോസ്പെക്ടസിൽ ഉണ്ടായിരിക്കും. കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താണെന്ന് പ്രോസ്പെക്ടസിൽ ഉണ്ടായിരിക്കും. ഓക്കെ. ഈ പബ്ലിക് ഓഫറിൻ്റെ ഓബ്ജക്റ്റ് എന്താണെന്നുണ്ടായിരിക്കും. നിങ്ങൾക്കിങ്ങനെ ഷെയർ തന്നിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ പബ്ലിക് ഓഫർ, എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഷെയർ എല്ലാം വാങ്ങിയിട്ട് പൈസ സമ്പാദിക്കുന്നത്, അതിൻ്റെ ഓബ്ജക്റ്റ് ഇതിലുണ്ടായിരിക്കും പ്രോസ്പെക്ടസിൽ. അതുപോലെ റിസ്ക് ഓഫ് ദ പ്രോജക്റ്റിൻ്റെ റിസ്ക്. മനസ്സിലായല്ലോ. ജസ്റ്റേഷൻ പീരീഡ് ഓഫ് ദ പ്രൊജക്റ്റ്, എത്ര കാലം കൊണ്ട് ഈ പൈസ എല്ലാം മുതലായി കിട്ടുമെന്നുള്ളതാണ് ജസ്റ്റേഷൻ പീരീഡ്. മനസ്സിലായല്ലോ. ഒരു കമ്പനി ഏതെങ്കിലും പ്രോജക്റ്റിനെ മുൻനിർത്തിയിട്ടാണ് പൈസ പിരിക്കുന്നതെങ്കിൽ ആ പ്രൊജക്റ്റിൻ്റെ റിസ്ക് ഫാക്ടർ ഉണ്ടായിരിക്കും, ആ പ്രൊജക്റ്റിൻ്റെ ജസ്റ്റേഷൻ പീരീഡ് ഉണ്ടായിരിക്കും. ഓക്കെ. പിന്നെ അതിൻ്റെ പ്രൊജക്റ്റിൻ്റെ പ്രോഗ്രസ് കാര്യങ്ങളുണ്ടായിരിക്കും.
അതിന് പ്രൊജക്റ്റിൻ്റെ ഡെഡ് ലൈൻ എന്നാണ് ഈ പ്രൊജക്റ്റ് തീരുക എന്നൊക്കെ പ്രോസ്പെക്ടസിൽ ഉണ്ടായിരിക്കും. ഓക്കെ. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള നിയമ നടപടികൾ കേന്ദ്ര ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റോ ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതും പ്രോസ്പെക്ടസിലുണ്ടായിരിക്കും. ഓക്കെ. പിന്നെ മിനിമം സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് എത്രയാണെന്ന് പ്രോസ്പെക്ടസിലുണ്ടായിരിക്കും. അതുപോലെ പ്രീമിയമായിട്ട് എത്രത്തോളം വാങ്ങാം, മനസ്സിലായല്ലോ. ഷെയർ പൈസയ്ക്ക് അല്ലാതെ ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ പ്രോസ്പെക്ടസിലുണ്ടായിരിക്കും. ഡയറക്ടേഴ്സിൻ്റെ അപ്പോയിൻമെൻറ്റ്, റെമ്യൂണറേഷൻ, അത്തരം കാര്യങ്ങളെല്ലാം പ്രോസ്പെക്ടസിലുണ്ടായിരിക്കും. ഓക്കെ. അതുപോലെ പ്രൊമോട്ടറുടെ കോൺട്രിബ്യൂഷൻ എന്താണെന്ന് പ്രോസ്പെക്ടസിലുണ്ടായിരിക്കും. ഓക്കെ. അതുപോലെ ഓഡിറ്ററുടെ റിപ്പോർട്ട് എന്തിനെ സംബന്ധിച്ച്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, അസറ്റ് ആൻഡ് ലയബിലിറ്റിയെ സംബന്ധിച്ചുള്ള ഓഡിറ്ററുടെ റിപ്പോർട്ട് പ്രോസ്പെക്ടസിലുണ്ടായിരിക്കും. അതൊരു പുതിയ കമ്പനിയാണെങ്കിൽ അതിൻ്റെ സ്കോപ്പ് കുറവായിരിക്കും. പക്ഷേ പഴയ ഒരു കമ്പനിയൊക്കെ ആണെങ്കിൽ ഇതിന് നല്ല സ്കോപ്പ് ഉണ്ടായിരിക്കും. ഓക്കെ. പുതുതായിട്ട് ഷെയർ വീണ്ടും ഇറക്കുകയാണെങ്കിൽ അപ്പോൾ ഓഡിറ്റർ റിപ്പോർട്ട് ഉണ്ടായിരിക്കും. ഓക്കെ. അതുപോലെ 5 ഫിനാൻഷ്യൽ ഇയറിലെ പ്രോഫിറ്റ് ആൻഡ് ലോസിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പ്രോസ്പെക്ടസിലുണ്ടായിരിക്കും. ഓക്കെ. അത് ഒരു പുതിയ കമ്പനിയല്ല, പഴയ കമ്പനിയാണെങ്കിൽ 5 വർഷത്തിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ വിവരങ്ങൾ ഉണ്ടായിരിക്കും. ഓക്കെ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മളുടെ പ്രോസ്പെക്ടസിൽ മെയിനായിട്ട് ഉണ്ടായിരിക്കുക. നെക്സ്റ്റ് വേറൊരു വീഡിയോ നോക്കാം.